ഇത് എങ്ങനെ പറയണം, എങ്ങനെ സന്തോഷിക്കണം അറിയത്തില്ല. ഒത്തിരി നന്ദി ഒത്തിരി ആളുകളോട്. കാരണം ഈ വലിയ സമ്മർദ്ദങ്ങൾക്കിടയിൽ നിങ്ങൾക്കറിയാം, ഇവിടെ വലിയ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ ഉണ്ടായി. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യാൻ സിസ്റ്ററെ ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ. സിസ്റ്ററെ ഞങ്ങൾ അറിഞ്ഞല്ലോ. സിസ്റ്റർ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആയിക്കോട്ടെ. താങ്ക് യു. ഒരു പ്രധാനപ്പെട്ട കാര്യം, അവസാന ദിവസം ഛത്തീസ്ഗഡ് ബിജെപിയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബിജെപി നേതൃത്വം എപ്പോഴും എതിരാണോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അവരെതിരാണെങ്കിൽ ജാമ്യം കിട്ടുമെന്ന് വിശ്വസിക്കാൻ മാത്രം. ഛത്തീസ്ഗഡ് ഗവൺമെന്റ് എതിര് നിന്നാൽ ഇവിടെ ജാമ്യം കിട്ടുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ എന്താ നടന്നതെന്ന്. ഇവിടെ എത്രമാത്രം പാടുപെട്ട് ഇത്രയും വലിയ പ്രതിസന്ധിയും ഇത്രയും വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ കാണിച്ച മര്യാദയ്ക്ക് ഛത്തീസ്ഗഡ് ഗവൺമെന്റിനോടും ഇവിടുത്തെ മുഖ്യമന്ത്രിയോടും ഹോം മിനിസ്റ്ററോടും അതോടൊപ്പം ഈ എല്ലാ ആരോപണങ്ങളെയും നേരിട്ട് എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് ഞങ്ങളോടൊപ്പം നിന്ന രാജീവ് ചന്ദ്രശേഖർ, ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് നീതി ലഭ്യമാക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, അതുപോലെ ഹോം മിനിസ്റ്റർ, ഇവരോടൊന്നും എത്ര തീർത്താത്ത നന്ദിയുണ്ട്.